ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 18 മോക്ഷസന്യാസയോഗം. ഇദം തേ നാതപസ്കായ നാഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. ഈ ഗീതാശാസ്ത്രം തപോനിഷ്ഠമല്ലാത്തവനും കേൾക്കാൻ ഇച്ഛയില്ലാത്തവനും ഭക്തിയില്ലാത്തവനും എന്നെ നിന്ദിക്കുന്നവനും നീ ഒരിക്കലും ഉപദേശിക്കരുത്. അല്ലയോ പാർത്ഥ, നീ ശ്രദ്ധാപൂർവം സ്വായത്തമാക്കിയ ഈ ഗീതാശാസ്ത്രത്തെ തപോഹീനനായ ഒരു മനുഷ്യന് ഉപദേശിക്കരുത്. അഥവാ തപസ്വിയായിരുന്നാലും അവൻ ഗുരുഭക്തിയില്ലാത്തവനാണെങ്കിൽ വേദങ്ങൾ അന്ത്യജരെ പരിത്യജിച്ചതുപോലെ നീ അവനെ ഒഴിവാക്കണം. വയസ്സൻ കാക്ക ആണെങ്കിൽ പോലും അതിന് യജ്ഞ പുരോഢാംശത്തെ ഇട്ടുകൊടുക്കാൻ പാടില്ലാത്തതുപോലെ ഗുരുഭക്തിഹീനന് ഗീത ഉപദേശിക്കാൻ പാടില്ല. ഒരുവൻ തപസ്വിയും ഗുരുവിൽ ഭക്തി ഉള്ളവനുമായിരിക്കാം. ഇവ രണ്ടിലും സമ്പൂർണമായ യോഗ്യതയും ലോകത്തിൻ്റെ ആദരവും നേടിയവനുമായിരിക്കാം. എങ്കിലും ഗീതാശാസ്ത്ര ശ്രവണത്തിൽ ഉത്കടേച്ഛയില്ലാത്തവനാണെങ്കിൽ ഈ ശാസ്ത്രം കേൾക്കുന്നതിന് അവൻ അർഹതയുള്ളവനല്ല. അങ്ങനെയുള്ളവനും ഈ ശാസ്ത്രം നീ ഉപദേശിക്കരുത്. ഒരു മുത്ത് വളരെ വിലപ്പെട്ടതായിരിക്കും, എന്നാൽ അതിൽ ഒരു ദ്വാരമില്ലെങ്കിൽ എങ്ങനെയാണ് ചരടിൽ കോർക്കുന്നത്? സാഗരം മുമ്പ് തന്നെ അഗാധമാണെന്ന കാര്യത്തിൽ ആർക്കും പക്ഷാന്തരമില്ല. എന്നാൽ അതിൽ വീഴുന്ന മഴജലം പ്രത്യേകമായി ഒന്നും സാധിക്കാതെ വ്യർത്ഥമായി പോകുന്നു. വിശക്കുന്നവന് ആഹാരം കൊടുത്ത് ഔദാര്യം കാണിക്കാതെ ആഹാരം കഴിച്ച് സംതൃപ്തനായ ഒരുവന് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി ധൂർത്തടിക്കുന്നത് എന്തിനാണ്? അതുപോലെ ഒരുവൻ എത്രമാത്രം പേരും പെരുമയും ഉള്ളവനായിരുന്നാലും ഗീതാശ്രവണത്തിൽ അശ്രദ്ധനാണെങ്കിൽ അബദ്ധത്തിൽ പോലും അവന് ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. കണ്ണുകൾക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ കണ്ണുകളിലെ മുന്നിൽ പരിമള വസ്തുക്കളെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ആ വസ്തുവിനെ പറ്റി മതിപ്പുണ്ടാവുകയുള്ളൂ. ആകയാൽ ഒരുവൻ തപസ്വിയും ഗുരുഭക്തിയുള്ളവനും ആയിരുന്നാലും ഈ ശാസ്ത്രത്തോട് പ്രിയമില്ലാത്തവനാണെങ്കിൽ അവനോടും അത് ഉപദേശിക്കരുത്. ഇനിയും തപസ്വിയും ഭക്തനും ഗീത ശ്രവിക്കുന്നതിൽ തൽപരനുമായ ഒരുവനെ നിനക്ക് ലഭിക്കുന്നു എന്നിരിക്കട്ടെ. എങ്കിലും അപ്രകാരമുള്ളവൻ ഗീത നിർമ്മാതാവും ലോക നിയാമകനുമായ എന്നോട് പൂജ്യഭാവമില്ലാത്തവനും എന്നെ നിന്ദിച്ച് സംസാരിക്കുന്നവനും ആയിരുന്നാൽ അവൻ ഈ ശാസ്ത്രോപദേശം ലഭിക്കുന്നതിന് അയോഗ്യനാണ്. അവനുള്ള മറ്റ് യോഗ്യതകളെല്ലാം ദീപജ്യോതിസില്ലാതെ എണ്ണയും തിരിയും മാത്രമുള്ള ഒരു വിളക്ക് പോലെ പ്രയോജനശൂന്യമാണ്. ആഭരണങ്ങൾ ധരിച്ച് അഴകാർന്ന ശരീരം ജീവനില്ലാതെ ജഡമായി തീരുന്നത് പോലെയാണവൻ. പടിവാതിലിൽ സർപ്പമിരിക്കുന്ന തങ്കത്താൽ തീർത്ത മനോഹരമായ ഒരു വീട് പോലെയും കാളകൂട വിഷം കലർന്ന സ്വാദിഷ്ടമായ ഭക്ഷണപദാർത്ഥം പോലെയുമാണ് അവൻ. തപസ്വിയും ഭക്തനും മേധാവിയും ആയിരുന്നാലും അവൻ എന്നെയും എൻ്റെ ഭക്തന്മാരെയും പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവനാണെങ്കിൽ അവൻ്റെ സ്നേഹബന്ധം കാപട്യം നിറഞ്ഞതാണ്. അപ്രകാരമുള്ളവൻ ഈ ശാസ്ത്രത്തെ തൊടുന്നതിന് പോലും അർഹനല്ല. എന്തിനധികം പറയുന്നു, ഇപ്രകാരമുള്ള നിന്ദകൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് തുല്യനായിരുന്നാലും വിനോദത്തിനായിട്ട് പോലും ഈ ശാസ്ത്രത്തെപ്പറ്റിയുള്ള ഉപദേശം അവന് നൽകരുത്. യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. പരമരഹസ്യമായ ഈ ശാസ്ത്രം ആരാണോ എന്നിൽ പരമമായ ഭക്തിനിഷ്ഠയോടെ എൻ്റെ ഭക്തന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അവൻ തീർച്ചയായും എന്നെ തന്നെ പ്രാപിക്കും. ആകയാൽ അല്ലയോ ധനുർധര, തപസാകുന്ന അടിസ്ഥാന ശിലയിന്മേൽ ഗുരുഭക്തിയാകുന്ന മന്ദിരം കെട്ടിപ്പടുക്കണം. അതിൻ്റെ മുകളിലായി അനന്തിതാരത്നമെന്ന താഴികക്കുടം സ്ഥാപിക്കണം. ഈ മന്ദിരത്തിൻ്റെ
ശ്രവണേച്ഛ എന്ന പോലെ വാതിലുകൾ സദാ തുറന്നിട്ടിരിക്കണം. ഇപ്രകാരം നിർമ്മിക്കുന്ന ഭക്തനെന്ന ശുദ്ധകോവിലിൽ അതിപരിശുദ്ധമായ ഗീത എന്ന രത്നലിംഗത്തെ പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ എനിക്ക് സമാനമായ കീർത്തി നിനക്ക് ലഭിക്കും. ആ ഉ എന്ന 3 മാത്രകളുടെ വയറ്റിൽ ഓം എന്ന ഏകാക്ഷര രൂപമായി തടവുകാരനായി കിടന്നിരുന്ന വേദത്തിൻ്റെ ബീജമായ പ്രണവം മുളച്ച് ഗീത എന്ന വൃക്ഷമായി പടർന്ന് പന്തലിച്ചു. വേദത്തിൻ്റെ പുഷ്പങ്ങളും ഫലങ്ങളുമായ ഗായത്രി ഗീതയിൽ ശ്ലോകങ്ങളായി തീർന്നു. ആകയാൽ ഗീത ഒരു രഹസ്യ മന്ത്രമാണ്. അമ്മയുടെ മുലപ്പാൽ മാത്രം ജീവനോപായമായുള്ള ഒരു ശിശുവിനെയും തൻ്റെ കുഞ്ഞിൻ്റെ അരികിലെത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു മാതാവിനെയും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്നത് പോലെ അതീവ ശ്രദ്ധയോടെ ഗീതയുടെ മന്ത്രരഹസ്യം എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത് എൻ്റെ ഭക്തന്മാരെയും ഗീതയെയും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്നവർ അവരുടെ ദേഹം വെടിയുമ്പോൾ എൻ്റെ രൂപത്തിൽ ലയിക്കുന്നു. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യഃ പ്രിയതരോ ഭുവി. മാത്രമല്ല അവനേക്കാൾ കൂടുതൽ എനിക്ക് പ്രിയം ചെയ്യുന്നവനായിട്ട് മനുഷ്യർക്കിടയിൽ ആരുമില്ല. എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരാൾ ഭൂമിയിലുണ്ടാവാനും പോകുന്നില്ല. ഇപ്രകാരം ഗീതോപദേശം നടത്തുന്നവൻ എന്നിൽ നിന്ന് വേർപെട്ട് ശരീരത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും ശരീരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങൾ ശരീരത്തോട് ഒട്ടാതെ ഇരിക്കുന്നത് പോലെയാണ് അവനും ശരീരവുമായുള്ള ബന്ധം. അവൻ എനിക്ക് എൻ്റെ സ്വന്തം ജീവനേക്കാൾ പ്രിയങ്കരനാണ്. അവൻ ജ്ഞാനി, തപസി, കർമ്മഠൻ എന്നിവരെക്കാളും മേന്മയുള്ളവനാണെന്ന് ഞാൻ കരുതുന്നതുകൊണ്ട് ലോകത്തുള്ള മറ്റാരെക്കാളും കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവന് എന്നോടുള്ള ഭക്തിയും സ്നേഹവും അചഞ്ചലമാണ്. മഹാത്മാക്കളുടെ സഭയിൽ ഗീതയെ ഉപന്യസിക്കുന്ന അവൻ ആ സഭയെ അലങ്കരിക്കുന്ന ഒരു ആഭരണമായി ശോഭിക്കുന്നു. എൻ്റെ ഭക്തന്മാരുടെ സഭയാകുന്ന ശ്രേഷ്ഠവനികയിൽ പ്രവേശിച്ച വസന്തർത്തു പോലെ അവൻ കാണപ്പെടുന്നു. വസന്താഗമത്തിൽ വൃക്ഷങ്ങളിൽ നവമായി പൊട്ടിമുളയ്ക്കുന്ന പല്ലവങ്ങൾ പോലെ ശ്രോതാക്കളുടെ ശരീരത്തിൽ അവൻ രോമഹർഷമുണ്ടാക്കുന്നു. വസന്തത്തിൽ വൃക്ഷങ്ങൾ മന്ദമാരുതനേറ്റ് ഇളകിയാടുന്നത് പോലെ അവൻ്റെ ഗീതാ പ്രവചനം കേട്ട് ശ്രോതാക്കൾ ആമോദത്തോടെ ചാഞ്ഞും ചെരിഞ്ഞും ആടി രസിക്കുന്നുണ്ടാകും. ഉദ്യാനപുഷ്പങ്ങൾ ഹിമകണങ്ങളറ്റ് നനയുന്നത് പോലെ ശ്രോതാക്കളുടെ നയന നളിനങ്ങൾ ആനന്ദ ബാഷ്പം കൊണ്ട് ആർദ്രമായിരിക്കും. വസന്തകാലത്ത് ഉദ്യാനങ്ങളിൽ പഞ്ചമം പാടുന്ന കോകിലങ്ങളെപ്പോലെ എൻ്റെ ഭക്തന്മാർ മധുരമായി ഗാനങ്ങൾ ആലപിച്ച് എന്നെ സ്തുതിക്കുന്നതിന് അവൻ്റെ ഗീതാ പ്രഭാഷണം ഇടയാക്കുന്നു. ചന്ദ്രൻ ഉദിച്ചുയർന്ന് ആകാശത്തിൽ പരിലസിക്കുമ്പോൾ ചകോരങ്ങൾ ജന്മസാഫല്യമടയുന്നു. തങ്ങളുടെ വിളികേട്ട് മേഘങ്ങൾ ആകാശത്ത് വന്ന് നിറയുമ്പോൾ മയൂരങ്ങൾ ആനന്ദ നൃത്തം വയ്ക്കുന്നു. അതുപോലെ എൻ്റെ ഭക്തൻ തൻ്റെ സർവസ്വവും എൻ്റെ സ്വരൂപത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈശ്വര സ്വരൂപ പ്രാപ്തി ആഗ്രഹിക്കുന്ന മഹാത്മാക്കളായ ശ്രോതാക്കളുടെ മേൽ ഗീതാ ശ്ലോകരത്നങ്ങളെ വർഷിച്ച് അവരെ ആനന്ദതുന്തിലരാക്കുന്നു. ഇവനെപ്പോലെ എൻ്റെ പ്രീതിക്ക് പാത്രമായ മറ്റൊരുവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലയോ അർജുന, ഇപ്രകാരം ഗീതോപദേശത്തിൻ്റെ മൃഷ്ടാന ഭോജനം മഹത്തുക്കൾക്ക് നൽകുന്നവനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. എൻ്റെ അന്ധകരണത്തിൽ സ്ഥാനം നൽകി ഞാൻ അവനെ ബഹുമാനിക്കുന്നു. അധ്യേഷ്യത്തെ ചയ ഇമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. തന്നെയുമല്ല, നാം തമ്മിൽ ആധ്യാത്മിക തത്വത്തെക്കുറിച്ച് ചെയ്ത ഈ സംവാദത്തെ ഏതൊരുവൻ പഠിക്കുന്നുവോ അവൻ എന്നെ ജ്ഞാനയജ്ഞം കൊണ്ട് ആരാധിക്കുന്നതായി ഞാൻ കണക്കാക്കുന്നു. അല്ലയോ അർജുന, ഗീതയെപ്പറ്റി നാം തമ്മിൽ നടത്തിയ ഈ സംവാദം മനുഷ്യർക്കിടയിൽ മോക്ഷധർമ്മത്തെ പ്രചരിപ്പിക്കുകയും മോക്ഷപ്രാപ്തിക്കുള്ള ഒരു ഉപായമായി തീരുകയും ചെയ്യും. സകല പുരുഷാർത്ഥങ്ങളെയും സാധിതപ്രായമാക്കാൻ കഴിവുള്ള ഗീത അർത്ഥവിചാരം ചെയ്യാതെ പാരായണം ചെയ്താൽ പോലും
അപ്രകാരം പാരായണം ചെയ്യുന്നവൻ ജ്ഞാനം എന്ന യാഗാഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ അവിദ്യയെ ആഹൂതി ചെയ്ത് പരമാത്മാവായ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഗീതാശ്ലോകങ്ങൾ ചൊല്ലുകയോ അതേപ്പറ്റി വിശദീകരിക്കുകയോ ചെയ്യുന്നവർക്ക് ഗീതയെ ആദ്യന്തം അറിഞ്ഞിട്ടുള്ള ജ്ഞാനികളുടെ അതേ യോഗ്യതയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതായിരിക്കും. അർത്ഥമറിയാതെ ഗീത ആവർത്തനം ചെയ്യുന്നവർക്ക് ഗീതാർത്ഥത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയവർക്ക് ലഭിക്കുന്ന അതേ ഫലം തന്നെ ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഗീതാ മാതാവിന് അറിവുള്ള കുഞ്ഞുങ്ങളെന്നും അറിവില്ലാത്ത കുഞ്ഞുങ്ങൾ എന്നുമുള്ള വ്യത്യാസമില്ല. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്തഃ ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. ശ്രദ്ധയുള്ളവനും അസൂയ ഇല്ലാത്തവനുമായ ഏതു മനുഷ്യൻ ഗീത കേൾക്കുകയെങ്കിലും ചെയ്യുമോ അവനും മുക്തനായി പുണ്യചരിതന്മാരുടെ ശുഭലോകങ്ങളെ പ്രാപിക്കും. ശുദ്ധമായ ആസ്തിക്യ ബുദ്ധിയോടും പൂർണ്ണമായ ശ്രദ്ധയോടും കൂടി ഒരുവൻ ഗീതാവാക്യത്തെ ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ അവൻ്റെ പാപങ്ങൾ മുഴുവൻ അവനെ വിട്ടകന്നു പോകുന്നു. ഒരു കാട് അഗ്നിക്കിരയാകുമ്പോൾ അതിലിരിക്കുന്ന പറവകളും മറ്റ് ജന്തുക്കളും കാട് വിട്ട് ദൂരത്തേക്ക് ഓടിപ്പോകുന്നത് പോലെ, അഥവാ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യോദയം ഉണ്ടാകുമ്പോൾ ആകാശത്തിലുള്ള അന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നത് പോലെ ഗീതാ പാരായണത്തിൻ്റെ ധ്വനി ഒരുവൻ്റെ കാതുകളിൽ വീഴുമ്പോൾ തന്നെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇതുവരെയും അവൻ സമ്പാദിച്ചു വച്ചിരിക്കുന്ന പാപങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അവൻ്റെ ജന്മപരമ്പര മുഴുവൻ പരിശുദ്ധവും പവിത്രവുമായി തീർന്ന് അവന് അത്യുത്തമമായ ഫലങ്ങൾ സിദ്ധിക്കുന്നു. ഈ ഗീതയുടെ എത്ര അക്ഷരങ്ങൾ അവൻ്റെ കാതുകളിൽ കൂടി അന്തരംഗത്തിൽ പ്രവേശിക്കുന്നുവോ അത്രയും അശ്വമേധയാഗങ്ങൾ നടത്തിയ പുണ്യം അവൻ നേടുന്നു. ആകയാൽ ഗീതാശ്രവണം കൊണ്ട് തന്നെ പാപങ്ങളെല്ലാം പരിഹരിച്ച് പുണ്യങ്ങൾ സഞ്ചയിച്ച് അവസാനം അവൻ സ്വർഗരാജ്യ സമ്പത്ത് അനുഭവിക്കുന്നു. ഇപ്രകാരം അവനടയുന്ന സ്വർഗരാജ്യം എൻ്റെ അടുത്തേക്കുള്ള പാതയിൽ അവന് ലഭിക്കുന്ന ആദ്യത്തെ സങ്കേത സ്ഥാനമാണ്. അവിടെ അവൻ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്നു. അതിനുശേഷം അവൻ എൻ്റെ അരികിലെത്തി ഞാനുമായി ഐക്യം പ്രാപിക്കുന്നു. ഈ ഗീതാപാരായണം ചെയ്യുന്നവനും മഹാനന്ദരൂപിയായ എന്നെ തന്നെയാണ് ഫലമായി ലഭിക്കുന്നത്. ഞാൻ ധാരാളം പറഞ്ഞു, ഇനിയും കൂടുതലായി പറയുന്നത് എന്തിനാണ്? ഈ ഗീത നിനക്ക് വേണ്ടി നിന്റെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഞാൻ ഉപദേശിച്ചു. ഈ ഉപദേശം നിനക്ക് എത്രത്തോളം നന്മയുണ്ടാക്കിയെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കച്ചിദേതശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസാ കച്ചിദജ്ഞാനസമ്മോഹഃ പ്രനഷ്ടസ്തേ ധനഞ്ജയ. അർജുന, ഞാൻ പറഞ്ഞതെല്ലാം നീ മനസ്സിരുത്തി കേട്ടില്ലേ? അജ്ഞാനം മൂലം വന്നു ചേർന്ന നിന്റെ സമ്മോഹം നല്ല പോലെ നീങ്ങിയോ? അല്ലയോ അർജുന, ഗീതാശാസ്ത്ര സിദ്ധാന്തം മുഴുവൻ നീ സ്വായത്തമാക്കിയോ? നീ ഏകചിത്തത്തോടെയാണോ കേട്ടുകൊണ്ടിരുന്നത്? നിന്റെ കാതുകളിലേക്ക് ഞാൻ പകർന്നു തന്ന ജ്ഞാനം അതേപടി നിന്റെ അന്തരംഗത്തിൽ എത്തിച്ചേർന്നുവോ? അതോ അത് വഴിയിൽ ശിഥിലമായി പോയോ? നീ അതിനോട് അനാദരവ് കാണിക്കുകയുണ്ടായോ? എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം. അജ്ഞാനത്താൽ നിന്റെ മനസ്സിലുണ്ടായ മോഹം ഇപ്പോൾ നിശേഷം നീങ്ങിയോ? എന്തിനധികം നീട്ടിപ്പറയുന്നു? നിന്നിലിപ്പോഴും കർമ്മങ്ങളുടെ കർത്തൃത്വം അവശേഷിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഭഗവാൻ കരുതി കൂട്ടിയാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അർജുനൻ സമ്പൂർണമായും ബ്രഹ്മമായി തീർന്ന നിലയിൽ എത്തിയിരുന്നു. എന്നാൽ ഈ ചോദ്യങ്ങൾ സ്വാനന്ദരസത്തിൽ മുഴുകിയ അർജുനനെ വീണ്ടും സംസാര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അർജുനൻ പൂർണ്ണ ബ്രഹ്മമായി തീർന്നാൽ ഇനിയും നടക്കേണ്ട കർമ്മങ്ങളുടെ കാര്യസിദ്ധി ഉണ്ടാവുകയില്ലെന്ന് അറിയാമായിരുന്ന ഭഗവാൻ അർജുനൻ്റെ വ്യക്തിത്വത്തിൻ്റെ അതിര് ലംഘിക്കാൻ അവനെ അനുവദിച്ചില്ല. അല്ലാത്ത പക്ഷം സർവജ്ഞനായ ഭഗവാന് താൻ ചെയ്ത കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുമോ? ഭഗവാൻ ഈ ചോദ്യം ചോദിച്ച് അർജുനൻ്റെ ദേഹബുദ്ധി അവനിൽ തിരിച്ചു കൊണ്ടുവന്നു. ബ്രഹ്മഭാവത്തിലാണോ ദേഹഭാവത്തിലാണോ താൻ ഇരിക്കുന്നതെന്ന് പരിഗണിച്ച് ഉത്തരം പറയേണ്ട അവസ്ഥയിൽ അർജുനൻ എത്തിച്ചേർന്നു. ക്ഷീരാബ്ദിയിൽ നിന്നുദിച്ചുയരുന്ന ചന്ദ്രൻ ആകാശത്തെ പ്രകാശമാനമാക്കി ആകാശത്തിൽ നിൽക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന്
വേറിട്ട് നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവ തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. അതുപോലെ ഒരു ഭാഗത്ത് തൻ്റെ ബ്രഹ്മാവസ്ഥ വിസ്മരിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് വിശ്വമായി കാണുന്നതെല്ലാം ബ്രഹ്മമായി അർജുനന് തോന്നാൻ തുടങ്ങി. ബ്രഹ്മഭാവം കുറഞ്ഞു വരുന്നതോടുകൂടി വിശ്വവും തൻ്റെ മുന്നിൽ നിന്ന് തെന്നി പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. ഇപ്രകാരം ബ്രഹ്മഭാവത്തിൻ്റെയും ദേഹഭാവത്തിൻ്റെയും അതിർത്തി പ്രദേശത്ത് വിഹ്വലഗതിയായി നിന്ന് വളരെയധികം ആയാസപ്പെട്ട ശേഷം താൻ അർജുനനാണെന്ന് അറിയുന്ന അവസ്ഥയിൽ വീണ്ടും അർജുനൻ എത്തിച്ചേർന്നു. അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ശരീരമാകെ രോമാഞ്ചം കൊണ്ട് കോരിത്തരിച്ചിരുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ദേഹത്തെ തടവി രോമാഞ്ചമടക്കി വിയർപ്പ് തുടച്ചു. അപ്പോഴും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഉദ്വേഗം കൊണ്ട് ശരീരം ചാഞ്ചാടുന്നുണ്ടായിരുന്നു. മനസ്സിൻ്റെ ബലം ശരീരത്തിന് കൊടുത്ത് അതിൻ്റെ ആട്ടം നിർത്തി. കണ്ണിൽ നിന്ന് അരുവി പോലെ പ്രവഹിച്ചു കൊണ്ടിരുന്ന ആനന്ദബാഷ്പം നിയന്ത്രിച്ചു. വിവിധ തരത്തിലുള്ള അവൻ്റെ ഹൃദയവികാരങ്ങളെ അവൻ അടക്കി. അവന് വീർപ്പുമുട്ടി. പ്രാണശക്തിയുടെ ബലത്താൽ ഇടറിയ തൊണ്ട ശരിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി.